പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഷാർലറ്റ് ഫ്ലെയറിനെ സംബന്ധിച്ചാണ്. ഷാർലറ്റ് ഫ്ലെയറിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് കുറേയധികം റൂമർ റിപ്പോർട്ടുകൾ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതിലേക്ക് ഒരു പുതിയ റിപ്പോർട്ടും കൂടി പങ്കുവെക്കാനുണ്ട്. ഷാർലറ്റ് ഫ്ലെയർ റസൽമേനിയ 41 ഭാഗം ആയേക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. റസൽമേനിയ 41 ഷാർലറ്റ് ഫ്ലെയറിൻ്റെ എതിരാളി നിലവിലെ വുമൻസിൻ്റെ പുതിയ ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ ആയിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. റസൽമേനിയ 41 ഈ മത്സരം നടക്കുകയാണെങ്കിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്ന് അറിയില്ല. ടിഫനി സ്ട്രാറ്റൻ NXTയിൽ വന്നപ്പോൾ തന്നെ ആ താരത്തിൻ്റെ ലുക്കും ആ താരത്തിന് ലഭിച്ച പുഷും ഒക്കെ കണ്ടപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ഷാർലറ്റ് ആയിട്ട് ടിഫനിയെ അവർ പ്രസൻറ്റ് ചെയ്യാൻ പോകുകയാണ് എന്നുള്ളത്. മെയിൻ റോസ്റ്ററിലും ടിഫനിക്ക് അത്തരത്തിലുള്ള ഒരു ഗംഭീര പുഷ് തന്നെയാണ് കിട്ടിയത്. ആ പുഷിന് അവസാനമാണ് ടിഫനി വുമൻസിൻ്റെ ചാമ്പ്യൻ ആയിട്ട് നിൽക്കുന്നത്. ഷാർലറ്റ് വേഴ്സസ് ടിഫനി കിടിലൻ സ്റ്റോറി ആയിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഷാർലറ്റ് തിരികെ വന്ന ഉടനെ ടൈറ്റിൽ പിക്ചറിലേക്ക് ഇട്ട് റസൽമേനിയയിൽ മത്സരം കൊടുക്കുന്നതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് AEWനെ സംബന്ധിച്ചാണ്. ഇന്ന് നടന്ന ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡ് മാക്സിമം കെർണേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ വീക്ക്ലി എപ്പിസോഡായിരുന്നു. അതുകൊണ്ട് തന്നെ കിടിലൻ മത്സരങ്ങളും സ്റ്റോറി ലൈൻ അപ്ഡേറ്റും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഹെർട്ട് സിൻഡിക്കേറ്റ് WWEയിൽ ഹെർട്ട് ബിസിനസ് എന്ന് നമ്മൾ കണ്ടിരുന്ന ആ ഫാക്ഷൻ്റെ ആദ്യ 6-man ടാഗ് ടീം മത്സരം കാണാൻ സാധിച്ചു. AEWന് വേണ്ടി MVPയുടെ ആദ്യ മത്സരം നമുക്കിന്ന് കാണാൻ സാധിച്ചു. പ്രൈവറ്റ് പാർട്ടി എന്ന നിലവിലെ AEW വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാർ മാർക്ക് ബ്രിസ്കോ തുടങ്ങിയവർക്കെതിരെയാണ് ഹെർട്ട് സിൻഡിക്കേറ്റ് 6-man ടാഗ് ടീം മത്സരം കളിച്ചത്. മത്സരത്തിൽ ഹെർട്ട് സിൻഡിക്കേറ്റ് വിജയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. MVPയുടെ ആദ്യ മത്സരം വിജയത്തോടു കൂടി അദ്ദേഹത്തിന് തുടങ്ങാൻ സാധിച്ചിരിക്കുന്നു. ബോബി ലാഷ്ലി, ഷെൽട്ടൺ ബെഞ്ചമിൻ തുടങ്ങിയവർക്ക് ഒരു ടാഗ് ടീം ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി ഇനി വരുന്ന ആഴ്ചകളിൽ കിട്ടാനുള്ള സാധ്യതയും ഈ മത്സരത്തിലൂടെ തുറന്നിട്ടുണ്ട്. രണ്ടാമത്തേത് AEWയിലേക്ക് മുൻ വേൾഡ് ചാമ്പ്യനായ സമോവ ജോയുടെ തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചു. ഇഞ്ചുറി മൂലം മാസങ്ങളായിട്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്ന സമോവ ജോയുടെ ആ തിരിച്ചുവരവ് കിടിലനായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റ്യൻ കേജ് വേഴ്സസ് ഹൂക്ക് തമ്മിലുള്ള മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് അവസാനിച്ചത്. ക്രിസ്റ്റ്യൻ കേജിൻ്റെ ഫാക്ഷനായ പേട്രിയാർക്കിയിലെ അംഗങ്ങൾ വന്നിട്ട് ഹൂക്കിനെ ആക്രമിക്കുന്നതും ഹൂക്കിനെ സഹായിക്കാൻ വേണ്ടി ഷിബാട്ട ഒരു കൈ നോക്കുന്നുണ്ടെങ്കിലും ഷിബാട്ടയെ കൊണ്ട് നിൽക്കാത്തത് കൊണ്ട് തന്നെ ഹൂക്കിൻ്റെ അച്ഛൻ ഡാസ് കമൻറ്റേറ്റർ അദ്ദേഹം റിങ്ങിലേക്ക് കയറുമെന്ന് തോന്നിപ്പിച്ച സമയത്താണ് സമോവ ജോയുടെ തിരിച്ചുവരവ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. സമോവ ജോ വന്നിട്ട് ഈ ക്രിസ്റ്റ്യൻ കേജിനെയും പാട്രിയാർക്ക് എന്ന് പറയുന്ന ആ ഫാക്ഷനെയും അടിച്ചിടുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ബ്രൗൾ കാണാൻ സാധിച്ചു. ഈ സ്പെഷ്യൽ വീക്ക്ലി എപ്പിസോഡിൽ ഡൈനാമൈറ്റിൽ മെയിൻ ഇവൻറ്റിൽ നിലവിലെ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജോൺ മോക്സ്ലി പവർ ഹൗസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കാണാൻ സാധിച്ചത്. മത്സരത്തിൽ പവർ ഹൗസിനെതിരെ ഈ ഡെത്ത് റൈഡേഴ്സ് എന്ന് പറയുന്ന ജോൺ മോക്സ്ലിയുടെ ടീമിൻ്റെ ഒരു സഹായത്തോടു കൂടി ജോൺ മോക്സ്ലി സബ്മിഷനിലൂടെ ഹോബ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. പതിയെ പോലെ ചോരയൊക്കെ വരുന്ന മോക്സ്ലിയുടെ മത്സരം തന്നെയായിരുന്നു. മത്സരശേഷം ഹോബ്സിനെ ആക്രമിച്ച മോക്സ്ലിയും കൂട്ടരെയും തിരിച്ചടിക്കാൻ വേണ്ടി FTRും ഏദം കോപ്ലാൻഡും വരുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയുള്ള ഒരു ഭാഗം കൂടി കാണിച്ചിട്ടാണ് ഡൈനാമൈറ്റിൻ്റെ മാക്സിമം കെർണേജ് എന്ന് പറയുന്ന സ്പെഷ്യൽ വീക്ക്ലി എപ്പിസോഡ് അവസാനിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് ജെഫ് ഹാർഡിയെ സംബന്ധിച്ചാണ്. WWEയിലെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായിരുന്നു ജെഫ് ഹാർഡി. അദ്ദേഹം ഇപ്പോൾ TNA റെസ്ലിംഗിലാണ് ഉള്ളത്. TNA റെസ്ലിംഗിൻ്റെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ജെഫ് ഹാർഡി ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിൽ WWEയിലേക്കുള്ള ജെഫ് ഹാർഡിയുടെ തിരിച്ചുവരവിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഹാർഡി പങ്കുവച്ചിട്ടുള്ളത്. നിലവിൽ ഹാർഡി ബോയ്സ് എന്ന ടീമിലൂടെ തന്നെയാണ് TNA റെസ്ലിംഗിൽ ടാഗ് ടീം ചാമ്പ്യന്മാരായിട്ട് നിൽക്കുന്നത്. ഹാർഡി പറയുന്നത് WWEയിലേക്കുള്ള തിരിച്ചുവരവ് കൂടാതെ CM പങ്കിനെതിരെയുള്ള ഒരു സ്റ്റോറി ഇതൊക്കെ തനിക്ക് ഇനിയും പോസിബിളാണ് എന്നുള്ളതാണ്. CM പങ്ക് ഇപ്പോൾ പോപ്പുലറായിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ്. CM പങ്ക് എവിടേക്ക് പോയാലും അദ്ദേഹത്തിൻ്റെ പിറകെ കോടിക്കണക്കിന് ആരാധകരുണ്ട്. ഇത്രയും വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന CM പങ്കിനെതിരെ താൻ ഹീലായിട്ടുള്ള ഒരു സ്റ്റോറി ചെയ്താൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്നും അതിൻ്റെ സാധ്യതകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും ഹാർഡി പറയുന്നുണ്ട്. അപ്പോൾ ഒരു തിരിച്ചുവരവ് പങ്കിനെതിരെയുള്ള സ്റ്റോറി പങ്കും CM പങ്കും ജെഫ് ഹാർഡിയും തമ്മിലുള്ള സ്റ്റോറി ഇതിന് മുൻപേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഹീലായിട്ടുള്ള ജെഫ് ഹാർഡിയും ഫേസ് ആയിട്ടുള്ള CM പങ്കും അത്തരത്തിലുള്ള ഒരു സ്റ്റോറിയെയാണ് ജെഫ് ഹാർഡി മെൻഷൻ ചെയ്യുന്നത്. ഹീലായിട്ടുള്ള ഹാർഡി എന്ന് പറയുമ്പോൾ വില്ലോ ക്യാരക്ടറിനെയാണോ
അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. വില്ലോ ക്യാരക്ടർ TNA റെസ്ലിംഗിൽ അദ്ദേഹം കൊണ്ടുവന്ന ഹീൽ ക്യാരക്ടറായിരുന്നു. WWE വില്ലോയെ കൊണ്ടുവരും എന്നുള്ളതിൻ്റെ റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് കാണാൻ സാധിച്ചില്ല. പിന്നീട് ഹാർഡി കമ്പനി വിട്ടു പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഹാർഡി WWE തിരികെ വരുന്നതിനെ സംബന്ധിച്ചും CM Punkനെതിരെ അവസാന ഒരു സ്റ്റോറി ചെയ്യുന്നതിനെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൻ റീൻസിൻ്റെ റോയൽ റംബിൾ തൊട്ട് റസൽമേനിയ 41 വരെ നടക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോറിയെ സംബന്ധിച്ചാണ്, ആ പദ്ധതികളെ സംബന്ധിച്ചാണ്. റോയൽ റംബിളിലെ മെൻസ് റോയൽ റംബിൾ മത്സരത്തിലേക്കുള്ള റോമൻ റീൻസിൻ്റെ എൻട്രി പോൾ ഹേമൻ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ കൺഫേം ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും കാണാനും കേൾക്കാനും സാധിച്ചു. അപ്പോൾ റോമൻ റീൻസിൻ്റെ ഈ ഒരു എൻട്രി പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാവരും ഉറ്റുനോക്കുന്നത് റോമൻ റീൻസ് മെൻസ് റോയൽ റംബിളിൽ വിജയിക്കുകയാണെങ്കിൽ റസൽമേനിയ 41 റോമൻ റീൻസ് കോഡി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുമോ എന്നുള്ളതാണ്. എന്നാൽ റോയൽ റംബിളിൽ റോമൻ റീൻസിൻ്റെതായി ഞാൻ കാണുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത് മറ്റൊന്നാണ്, ചാമ്പ്യൻഷിപ്പ് അല്ലാത്ത സ്റ്റോറി. ദ റോക്ക് വരാത്തത് കൊണ്ട് തന്നെ റോമൻ റീൻസും റോക്കും തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന സ്റ്റോറിയോട് അനുബന്ധിച്ചുള്ള ഒരു മത്സരമായിരിക്കില്ല റസൽമേനിയ 41 റോമൻ റീൻസിൻ്റെതായി നമുക്ക് കാണാൻ സാധിക്കുക. മറിച്ച് പോൾ ഹേമന് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ പോൾ ഹേമൻ ഗായ് എന്ന് നമ്മൾ ഒരിക്കൽ കണ്ടിരുന്ന CM Punkും റോമൻ റീൻസും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്റ്റോറി ആയിരിക്കും നമുക്ക് റസൽമേനിയ 41 കാണാൻ സാധിക്കുക. ഓൾറെഡി ഇത്തരത്തിലുള്ള റൂമറൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സ്റ്റോറിയിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തുന്നത് എന്ന് വെച്ചാൽ റോമൻ റീൻസ് CM Punkനെ റോയൽ റംബിളിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നു. CM Punk WWE തിരികെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം റസൽമേനിയ മെയിൻ ഇവൻറ്റ് ചെയ്യുകയാണെന്നുള്ളത് CM Punk തുറന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു റണ്ണറപ്പ് ആയിട്ടാണ് റോയൽ റംബിൾ മത്സരം CM Punkനെ അവസാനിപ്പിക്കാൻ സാധിച്ചത്. ഈ വർഷവും റസൽമേനിയ മെയിൻ ഇവൻറ്റ് ഉന്നം വെച്ചിട്ട് തന്നെയാണ് റോയൽ റംബിളിലെ എൻട്രി CM Punk പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ CM Punkനെ റോമൻ റീൻസ് എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ട CM Punk വളരെ ഈഗോയോടുകൂടി റോമൻ റീൻസിൻ്റെ സെഗ്മെൻറ്റുകളെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം റോമൻ റീൻസ് അദ്ദേഹത്തെ എലിമിനേറ്റ് ചെയ്തതിനെ സംബന്ധിച്ചുമൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ റോമൻ റീൻസിൻ്റെ ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന ക്യാരക്ടറും CM Punkുമായിട്ട് അത്രയും അടുത്തിടപഴകുന്ന ഒരു ക്യാരക്ടറല്ല. ഇരുവരും സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ ടീമായപ്പോൾ പോലും ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കാണിച്ചിരുന്നു. മത്സരാവസാനം ഇവർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും രണ്ട് സൂപ്പർ താരങ്ങൾക്കിടയിലെയും ഒരു ഈഗോ അത് ഇപ്പോഴും അവിടെ ഇട്ടിട്ടുണ്ട്. കൂടാതെ CM Punk ഈ സർവൈവർ സീരീസ് ടീമിലേക്ക് വന്നത് പോൾ ഹേമൻ തനിക്കൊരു ഫേവർ, തനിക്കൊരു സഹായം ചെയ്യാമെന്നുള്ളത് പറഞ്ഞിട്ടാണെന്നുള്ളതും സ്റ്റോറിയിൽ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ CM Punk പോൾ ഹേമന് മുന്നിലേക്ക് ഒരു ഫേവർ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അത് റസൽമേനിയ 41 റോമൻ റീൻസിനെതിരെയുള്ള മത്സരമാണ്. താനാണോ റോമൻ റീൻസ് ആണോ ഹെയ്മന് വലുത് എന്ന് ഹെയ്മന് തീരുമാനിക്കാം. എനിക്ക് വേണ്ടത് റോമൻ റീൻസിനെതിരെയുള്ള ഒരു മത്സരമാണെന്ന് പറഞ്ഞുകൊണ്ട് റസൽമേനിയ 41 റോയൽ റംബിളിൽ തന്നെ എലിമിനേറ്റ് ചെയ്ത റോമൻ റീൻസിനെതിരെയുള്ള ഒരു മത്സരം CM Punk മേടിക്കുകയും റോമൻ്റേതായിട്ട് നമുക്ക് റസൽമേനിയ 41 കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റോറി അത് പങ്കിനെതിരെയുള്ള മത്സരവും ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ റൂമേഴ്സിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്റ്റോറിയെ സംബന്ധിച്ച് തോന്നുന്നത്? ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറി ബിൽഡ് ചെയ്താൽ ബ്ലഡ് ലൈനിൽ നിന്ന് റോമൻ റീൻസിൻ്റെ വ്യത്യസ്തമാർന്ന ഒരു സ്റ്റോറി കുറച്ചധികം നാളുകൾക്ക് ശേഷം നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ ഒരു സ്റ്റോറിയിൽ ആർക്കാണ് വിജയസാധ്യത? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.